Today, an Indian court sentenced my mother, Asya Andrabi, with 3 terms of life imprisonment under different sections of Unlawful Activities Prevention Act for her involvement in Kashmir self-determination movement. My mother right now is 64 and she has spent over 15 years of her life in different prisons. But this sentence is effectively a death sentence for her. ആരാണ് ആസിയ അന്ദ്രാബി? 2 ആഴ്ച മുമ്പാണ് ഡൽഹിയിലെ NIA കോടതി ആസിയ അന്ദ്രാബിയെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്. കുറ്റം ഇസ്ലാമിക ഭരണത്തിനു വേണ്ടി കശ്മീരിൽ വനിതാ സൈന്യത്തെ നയിച്ചു, ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുള്ള പ്രവർത്തനം, തീവ്രവാദ ഗൂഢാലോചന തുടങ്ങിയവ. പാകിസ്ഥാൻ പതാക ഉയർത്തിയതിനും പാകിസ്ഥാനിലെ സമ്മേളനങ്ങളെ ഫോണിലൂടെ അഭിസംബോധന ചെയ്തതിനും ഉൾപ്പെടെ കുറ്റങ്ങൾക്ക് നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. കശ്മീരിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കും പാക് അനുകൂല പ്രക്ഷോഭങ്ങൾക്കും പുരുഷന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നേതൃത്വം നൽകിയ 64-കാരി. ശരീരം മുഴുവൻ മറയ്ക്കുന്ന കറുത്ത അബായ, കണ്ണുമാത്രം പുറത്തു കാണുന്ന രീതിയിലുള്ള നിഖാബിന് മുകളിലൂടെ കണ്ണട. ഇങ്ങനെ മാത്രമേ ആസിയ അന്ദ്രാബിയെ പുറം ലോകം കണ്ടിട്ടുള്ളൂ. 1993-ൽ തൻ്റെ പിഞ്ചു കുഞ്ഞിനെയും എടുത്താണ് ആസിയ ആദ്യമായി അറസ്റ്റിലാവുന്നത്. പിന്നീട് 20-ലധികം തവണ കരുതൽ തടങ്കലിൽ. കശ്മീരിൽ പർദ്ദ നിർബന്ധമാക്കാൻ അവർ നടത്തിയ പ്രതിഷേധങ്ങൾ താഴ്വര മറന്നിട്ടില്ല. പർദ്ദ ധരിക്കാത്ത സ്ത്രീകളുടെ വസ്ത്രങ്ങളിൽ പെയിന്റ് ഒഴിച്ചും സിനിമാ തിയേറ്ററുകളും ബ്യൂട്ടി പാർലറുകളും അടപ്പിച്ചും ഭീതി പരത്തിയ സംഘം ബുർഖ ബ്രിഗേഡ്സ് എന്നറിയപ്പെട്ടു. 1987-ൽ കശ്മീരിൽ വിഘടനവാദ ആശയങ്ങൾ വ്യാപിപ്പിക്കാൻ ആസിയ രൂപീകരിച്ച ദുഖ്താരാനെ മില്ലത്ത് എന്ന സംഘടനയുടെ മറ്റൊരു മുഖമായിരുന്നു അത്. ഒരു കാലത്ത് പാശ്ചാത്യ സംസ്കാരത്തെ ഇഷ്ടപ്പെട്ട് വിദേശത്ത് പോകാൻ കൊതിച്ചു നടന്ന ബാല്യകൗമാര കാലഘട്ടമുണ്ടായിരുന്നു ആസിയയ്ക്ക്. 1963-ൽ ശ്രീനഗറിലെ ഒരു ഉന്നത കുടുംബത്തിലാണ് ആസിയ ജനിച്ചത്. ഒരു ഡോക്ടറുടെ മകൾ, ബയോകെമിസ്ട്രിയിൽ ബിരുദം. ഉപരിപഠനത്തിനായി കശ്മീരിന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചെങ്കിലും വീട്ടുകാർ സമ്മതിച്ചില്ല. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കശ്മീരിന് പുറത്തു പോയി പഠിക്കുന്നത് കുടുംബം എതിർത്തു. നിരാശയിലായ അവർ അഭയം തേടിയത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലായിരുന്നു. അബുൽ ആല മൗദൂദിയുടെ പുസ്തകങ്ങളും മറിയം ജമീലയുടെ കൃതികളും ചിന്തകളെ സ്വാധീനിച്ചു. ആധുനികത കൈവിട്ട് അവർ തീവ്രമായ മതാചാരങ്ങളിലേക്ക് ചുവടുവെച്ചു. തുടർന്ന് കശ്മീരിലെ വിഘടനവാദ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റതും വിവാദപരവുമായ പേരായി ആസിയ അന്ദ്രാബി മാറി. ദുഖ്താരാനെ മില്ലത്ത് എന്ന വനിതാ വിഘടനവാദ സംഘടന സ്ഥാപിച്ച അവർ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കശ്മീർ താഴ്വരയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ വലിയ സ്വാധീനം ചെലുത്തി. പർദ്ദ നിർബന്ധമാക്കിയും സിനിമ നിരോധിച്ചുമുള്ള കർശന മത നിയമങ്ങൾക്കായി അവർ വാദിച്ചു. 1990-ൽ ഹിസ്ബുൾ മുജാഹിദീൻ സ്ഥാപകനായ ആഷിഖ് ഹുസൈൻ ഫക്തുമായുള്ള വിവാഹം അവരെ പൂർണ്ണമായി മത തീവ്രവാദ സംഘടനാ പ്രവർത്തകയാക്കി. 3 വർഷത്തിന് ശേഷം ഭർത്താവ് ജയിലിലായതോടെ തൻ്റെ മക്കളെയും സംഘടനയെയും അവർ ഒറ്റയ്ക്ക് നയിച്ചു. കശ്മീരിലെ യുവാക്കളെ പഠനമുപേക്ഷിച്ച് ജിഹാദിനിറങ്ങാൻ പ്രേരിപ്പിച്ച ആസിയ മക്കളെ മലേഷ്യയിലും ഓസ്ട്രേലിയയിലും അയച്ച് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു. ആ ഇരട്ടത്താപ്പ് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. ഒടുവിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും പാകിസ്ഥാനിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തോടെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചതിനും 2018-ൽ UAPA ചുമത്തി NIA അറസ്റ്റ്. ആസിയ അന്ദ്രാബിയുടെ ശിക്ഷയോടെ കശ്മീരിലെ ഒരു കാലഘട്ടത്തിന് അന്ത്യമായിരിക്കുന്നു. 2019-ൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീരിലെ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ മാറ്റങ്ങൾ വന്നെങ്കിലും താഴ്വരയിൽ വിഘടനവാദത്തിൽ നിന്നുയർക്കുന്ന വെടിയൊച്ചകൾ നിലച്ചിട്ടില്ല.